വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി വായനശാലയുടെ വായനാക്കളരി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാക്കളരി വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. ഏപ്രിൽ 23 മുതൽ മെയ് 22 വരെയുള്ള തീയതികളിലാണ് വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളോടെ വായനാക്കളരി സംഘടിപ്പിച്ചു വരുന്നതെന്ന് വായനശാല സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാന ഗ്രന്ഥശാല കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വായനശാലകളും വായനാക്കളരി നടത്തുകയാണ്. ഈ അവധിക്കാലത്ത് 2 മാസം കുട്ടികൾ മറ്റു പല മൊബൈലിൻ്റെ പുറകെയും മറ്റ് കമ്പ്യൂട്ടറിൻ്റെ പുറകെയൊക്കെ പോകുന്ന ആ സാഹചര്യത്തിൽ അതിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് സർഗാത്മകമായ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളിൽ വായനാശീലം വളർത്തുവാനും അതോടൊപ്പം തന്നെ പുസ്തകാസ്വാദന ശേഷി വർദ്ധിപ്പിക്കുവാനും പിന്നെ ശാരീരികമായ ശേഷിക്ക് വേണ്ടിയുള്ള കളികളിൽ ഏർപ്പെടുകയും ചെയ്യുക. പഴയകാല കളികൾ, നാടൻ കളികൾ, അതുപോലെ തന്നെ സുംബ ഡാൻസ് ഉൾപ്പെടെയുള്ള പുതിയ ഇനം ഡാൻസ് ഐറ്റം, പിന്നെ കടലാസ് കൊണ്ട് വിസ്മയം തീർക്കുന്ന ഉറിഗാമിയിൽ പരിശീലനം, കളിയങ്കണം എന്ന് പറയുന്ന പഴയകാല നമ്മുടെ കളികളൊക്കെ അന്യം നിന്നുപോയ കളികളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, ചിത്രരചന, പിന്നെ കുട്ടികളോടൊപ്പം ആടാം പാടാം കഥ പറയാം എന്നുള്ള പരിപാടി ചെറിയ കുട്ടികൾക്കെല്ലാം വളരെ ഗുണകരമാകുന്ന ഒന്നാണത്. പിന്നെ പുരാണത്തിലെ കഥാപാത്രങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കൽ, പിന്നെ കവിതയുടെ ജനനം, എങ്ങനെയാണ് കവിത ജനിക്കുന്നത്, അതുപോലെ ചെറുകഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് അതിൻ്റെ ആവിർഭാവം തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഒരു പഠനയാത്ര അതും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇപ്പോൾ ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി ഏപ്രിൽ 24-ാം തീയതിയാണ് അതിൻ്റെ സംഘാടക സമിതി വിളിച്ചു ചേർത്തത്. ഏപ്രിൽ 27-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ മെയ് 15-ാം തീയതി കുട്ടികളുടെ പഠനയാത്ര നടത്തുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെയുള്ള പഠനയാത്രാ പരിപാടിയാണ്. പിന്നെ ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്ത കുട്ടികളുടെ സൃഷ്ടിപരമായ പലതും ഒരു മാസികയായി, കയ്യെഴുത്ത് മാസികയായി പുറത്തേക്ക് ഇറക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കയ്യെഴുത്ത് മാസിക നിർമ്മാണവും അതിൻ്റെ പ്രകാശനവും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 24-ാം തീയതി മുതൽ ആരംഭിച്ച ഈ പരിപാടിയിൽ ഈ പ്രദേശത്തെ 25-ലധികം 30ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. രക്ഷിതാക്കളും അവിടെ സഹകരണത്തോടു കൂടിയാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ 11:30 മണി വരെയാണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയം. പഠനയാത്രയ്ക്ക് ഒരു മുഴുവൻ ദിവസമാണ്. കുട്ടികൾ തന്നെ ഉച്ചഭക്ഷണം കൊണ്ടുവരികയും ആ ഉച്ചഭക്ഷണം എല്ലാ കുട്ടികൾക്കും മാറി മാറി കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ലഘുഭക്ഷണമൊക്കെ നമ്മൾ വായനശാല വകയായിട്ട് എല്ലാ ദിവസവും നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിപുലമായ വൈവിധ്യമാർന്ന പരിപാടികളാണ് നമ്മുടെ വായനശാല ഈ വായനാക്കളരിയിലൂടെ നമ്മൾ ഇപ്രാവശ്യം ആലോചിച്ചിട്ടുള്ളത്, നടത്തി വരുന്നത്. വായനക്കളരിയുടെ വിവിധ ദിവസങ്ങളിലായി വായനശാല ഹാളിലും മറ്റും സംഘടിപ്പിച്ച വിവിധങ്ങളായ പരിപാടിയിൽ ആടാം പാടാം കഥ പറയാമെന്നതിൽ യശോദ പാടിച്ചാലും, ഒറിഗാമി പരിശീലനത്തിൽ ഷഫീനത്ത് ടീച്ചറും, പുരാണ കഥാപാത്രങ്ങളോടൊപ്പം എന്നതിൽ അഡ്വക്കേറ്റ് VN സരസനും, കളിയങ്കണം എന്ന പരിപാടിയിൽ K കുഞ്ഞിരാമൻ മാസ്റ്ററും, കഥ വരമ്പത്തൂടെ കുട്ടികളുമായി ഒരു കഥാസംസാരം എന്നതിൽ അധ്യാപിക T നിഷാകുമാരിയും കുട്ടികൾക്കൊപ്പം ചേർന്നു. ഇതിനു പുറമെ ചിത്രരചനാ പരിശീലനം, വായനാസ്വാദനം, പഠനയാത്ര തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നതായി വായനാക്കളരി. അപ്പം തന്നെ നിങ്ങൾ തലച്ചോറിലേക്ക് പിടിച്ചെടുക്കാനുള്ള കഴിവ് ഈ വ്യായാമത്തിനുണ്ട്. മൊത്തമല്ല ഫിസിക്കലി ഞാൻ ഡോക്ടറെ കണ്ടിട്ട് 15 വർഷമായി. 15 വർഷത്തിനുള്ളിൽ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നിറയെ കണ്ടുള്ള ഒരു മരം ഇങ്ങനെ നിവർന്നില്ലേ, വലിയ ശാഖകളൊക്കെ ഒക്കെ കണ്ണാണ് ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഓരോ സന്ദർഭം ഉണ്ടാവില്ലേ, പഴയ പിടി
സംഭവിച്ചേ? മയിലെന്ത് വിചാരിച്ചു? മയിലെന്ത് വിചാരിച്ചേ? ഏതായാലും നോക്കുമ്പോ ആമയൊന്നും പുറകിലുള്ളത് അല്ലേ? എന്ത് ചെയ്യാ? അമ്മ വരുമ്പോഴേക്ക് ഒന്ന് ഉറങ്ങി എണീക്കാം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.